അതിരപ്പള്ളിയിൽ ആനപ്പിണ്ടത്തിൽ ഡയപ്പർ കണ്ടെത്തി. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ കരുതും ഇതൊക്കെ ഒരു വാർത്തയാണോ എന്ന്. പക്ഷേ നിരുത്തരവാദപരമായ നമ്മുടെ പ്രകൃതിയോടുള്ള സമീപനത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. അതിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് ഈ സംഭവം. ഈ പ്രദേശത്തെ വിനോദസഞ്ചാരികൾ മാലിന്യം തള്ളുന്നത് പതിവാണ്. സഞ്ചാരികൾ വലിച്ചെറിഞ്ഞ ഡയപ്പർ ഭക്ഷിച്ചതാകാം എന്നാണ് നിഗമനം. MS ലിഷോയ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഒപ്പം സന്തോഷ ദിന ആശംസകളും നേരുന്നു. പക്ഷെ ഒട്ടും സന്തോഷിക്കാൻ വകുപ്പില്ലാത്തതാണ് നമ്മുടെ നാട്ടിൽ ഈ കേൾക്കുന്ന വാർത്തകൾ. എത്രത്തോളം മാലിന്യം വലിച്ചെറിയുന്നു എന്നും അത് ജീവികൾ ഭക്ഷിക്കുന്നു, അവർക്ക് ഭീഷണിയാകുന്നു എന്നതിന്റെയും തെളിവാണ് ഇപ്പോഴുണ്ടായ ഈ സംഭവം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലിഷോയ്? ഗുഡ് മോർണിംഗ് മോത്തി. അതായത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ അതിരപ്പള്ളിയിലും മേഖലയിലും ഒക്കെ വന്യമൃഗങ്ങൾ ഈ പ്ലാന്റേഷൻ തോട്ടത്തിലും പുഴയോരത്തുമൊക്കെ സ്ഥിരമായി എത്തുന്നതാണ്. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും മേഖലയിലൊക്കെ സ്ഥിരമായി എത്തുന്നതാണ്. ഈ വിനോദസഞ്ചാരികൾ പലപ്പോഴും ഈ പുഴയിലൊക്കെ ഇറങ്ങും. അതിനുശേഷം അവരുടെ മാലിന്യങ്ങൾ, അതായത് ഈ ഭക്ഷണം കഴിച്ചതിന്റെ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് പേപ്പറുകൾ, കപ്പുകൾ, അങ്ങനെ പലതും ഈ പുഴയോരത്തും അതുപോലെ തന്നെ ഈ റോഡരികിലുമൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പതിവാണ്. അതുപോലെ തന്നെ ഈ പുഴയിൽ ഇറങ്ങുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഡയപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു പതിവും ഉണ്ട് താനും. ഇത് ഈ കാട്ടാനകളും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പലപ്പോഴും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ ഭക്ഷിക്കുന്നത് പതിവായ ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ ഡയപ്പറും ആനപ്പിണ്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് അത് കാട്ടാനകൾ സ്ഥിരമായി എത്തുന്ന ഒരു പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ ഡയപ്പറാകാം ഇത്തരത്തിൽ ഈ ആന ഭക്ഷിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഇത് വളരെ ഗുരുതരമായി കാണേണ്ടതാണ്. അതിരപ്പള്ളി പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ്. അവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്നുള്ള ഒരു രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ റോഡരികിലൊക്കെ ആ വഴി അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളും പേപ്പർ കപ്പുകളും അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ളവയും കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ മനുഷ്യർ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പരിണതഫലം ഈ വന്യമൃഗങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. കുറച്ചു നാൾ മുൻപ്, അതായത് ഒരു 3 മാസത്തോളം മുൻപ് കാട്ടാന ചെരിഞ്ഞിരുന്നു അതിരപ്പള്ളി മേഖലയിൽ. ആ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ വയറ്റിൽ നിന്ന് കിലോ കണക്കിന് പ്ലാസ്റ്റിക് ആണ് ഈ കണ്ടെത്തിയത്. അനുഭവം ഉള്ളതാണ്. അതുകൊണ്ട് എത്രത്തോളം പ്രകൃതി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നത് കൂടി മനസ്സിലാക്കി തരുന്നതാണ് ഈ സംഭവം.